നോക്കിക്കാം. അടിപൊളി, സൂപ്പർ. ഇതൊക്കെ നിസ്സാരം. ഇത് നിനക്ക് നോക്കി പഠിക്കാവുന്നേ ഉള്ളൂ. നീ എന്താ ചെയ്തേ? അല്ലടാ, ഇവിടെ ഒന്ന് റാമ്പിൽ നടത്താൻ സെറ്റ് ആക്കുക. എന്റെ ഹോസ്പിറ്റലിലെ ഓണാഘോഷത്തിന് ഫാഷൻ ഷോയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന്റെ പ്രാക്ടീസിലാണ് ഞാൻ. നിനക്ക് നടന്നാവാൻ പറ്റുമെങ്കിൽ എനിക്ക് മോഡലാവാം. ഒന്ന് പോടാ, ഞാൻ ഇവിടെ ആദ്യം ഒന്ന് സെറ്റ് ആക്കട്ടെ. അങ്ങനെയാണെങ്കിലേ എനിക്കും ഓണാഘോഷത്തിന് പരിപാടി, എനിക്കും പ്രാക്ടീസ് ചെയ്യണം. എന്ത് പരിപാടി? എവിടെ? ഇവിടെ നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് എന്നോട് പറഞ്ഞറിയോ, പൊന്നളിയ കനകേശ് നിന്റെ പരിപാടി എന്തായാലും വേണം, അതുകൊണ്ട് ഞാൻ പ്രാക്ടീസ്. ഒന്ന് പോടാ, ചുമ്മാ തള്ളാതെ. വിശ്വസിക്കണ്ട, ആരും വിശ്വസിക്കണ്ട. നീ എന്ത് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നേ? അപ്പങ്കടി. അപ്പം കടിക്ക് പ്രാക്ടീസോ? കഴിഞ്ഞവണ തീറ്റ മത്സരത്തിനെ എനിക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ തോറ്റത്. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇത്തവണ പ്രാക്ടീസ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. കനക, നീ ചുമ്മാ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാതെ ഒന്ന് പോയേ. ശരി, എനിക്ക് ഇവിടെ നിങ്ങളുടെ പ്രാക്ടീസ് ആണല്ലോ. എന്തൊരു ശല്യ. നീ നടന്നേടി. ഇതെന്താ കുഴിമരം കുത്തിയതാ? ഇല്ല, മര്യാദ എൻജോയ് ചോദിക്കാം. നീ പോടി. നീ ഒന്ന് പോയേ. നീ പോയി പ്രാക്ടീസ് ചെയ്തേ. ഒന്ന് അങ്ങോട്ട് തന്നെ പറയാൻ മനസ്സിലായി. എന്താണ് ക്ഷീണിച്ച രണ്ടുപേരും? ഞങ്ങളുടെ പ്രാക്ടീസ് ചെയ്തു. നിങ്ങളെ പ്രാക്ടീസ് ചെയ്തോ? ഓ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ കൂടെ കളഞ്ഞില്ല. പിന്നെ ഞാൻ എന്ത് പ്രാക്ടീസ് ചെയ്യാനാണ്? എനിക്ക് ഈ ഫ്ലാറ്റിലെ സ്ത്രീകളുമായിട്ട് അധികം ബന്ധമില്ലാത്തോണ്ട് ഞാൻ പേരൊന്നും അറിയാൻ പാടില്ല. എന്ത് സംഭവം? വാട്ട്സ് ദ മാറ്റർ ഡാ? എടി സംഭവം എന്താ വെച്ചാലേ, ആ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി ആരോടും പോയടി, ആള് ക്ഷീണായി പോയി. ആരുടെ കൂടെ ആയിരിക്കും? എന്തിനാണ് എന്നിട്ട് നിനക്ക് അങ്ങേറൊപ്പം കെട്ടിയെടുക്കാനാ? എടി, നമുക്ക് പോയി നോക്കിയാലോ? എന്തിന്? അവരായി അവരുടെ പാടായി, നമ്മളെന്തിനാ പറയാ? എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് പെണ്ണ്. ഇനി അവർക്ക് എങ്ങനെയായിരിക്കല്ലോ പുറത്തിറങ്ങി നടക്കുന്നേ? കഷ്ടമാണ്. എടാ, നിങ്ങക്ക് ആർക്കും ചായ വേണോ? എനിക്കൊരു ചായ കേട്ടോ. എനിക്ക് തലവെടുത്തിട്ട് പാടില്ല. എന്റെ പൊന്നളിയാ, എന്ത് പൊടി സാധനമാണെന്നറിയാത്? എടാ, ഞാൻ കൊറേ വളയ്ക്കാൻ നോക്കിയതാ, അവള് സെറ്റായില്ല. എടാ, ഏതൊരു കാട്ടു കോഴിയാണ് അവളെ വളച്ചേക്കുന്നത്, അത് ഉറപ്പാണ്. അല്ലടാ, നീ തിരുമ്പോ പറഞ്ഞത് ഈ ഫ്ലാറ്റിലെ സ്ത്രീകളായിട്ട് നിനക്ക് കമ്പനി ഇല്ല എന്നല്ലേ? എടാ, കമ്പനി ഇല്ല, പക്ഷെ അവന് വായ നോക്കാനോ വെള്ളൊലിപ്പിക്കാനോ പറ്റില്ലാന്ന് പറഞ്ഞല്ലോ. ഇത് കാമക്കുതിര. ആണുങ്ങളുടെ വില മനസ്സിലാക്കാനായിട്ട് ഇവിടെ ആരുമില്ല. ആ ഭർത്താവായ ചേട്ടൻ്റെ അവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. അങ്ങനെ അവൾ ഒളിച്ചോടി പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണ്ട. എന്തെങ്കിലും ഒരു പണി ഞാൻ കൊടുക്കും. ചായ. ഇവനെന്താ ഇങ്ങനെ? പണി കൊടുത്ത്. എടാ, നമുക്ക് ആമ്പിള്ളേർക്ക് ഇവിടെ ചോദിക്കാനും പറയാൻ ആരും ഇല്ലാണ്ടാണ്. പെണ്ണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലോ ആ പാവൻ ചേട്ടനെ ദുഃഖത്തിന്റെ കാണാക്കങ്ങൾക്ക് തള്ളിയിട്ടിട്ട് അവൾ അങ്ങനെ ഉണ്ണിയാർച്ച ചമയണ്ട. നീ മമ്മൂക്ക പറഞ്ഞ കേട്ടിട്ടില്ലേ? ഇവിടെ പോലുള്ള പെൺവർഗം ചിരിച്ചുകൊണ്ട് കരയും, കരഞ്ഞുകൊണ്ട് ചിരിക്കും. അതാണ് പെണ്ണ്. എല്ലാവരും നീ അങ്ങനെ കാണണ്ട. ഞാൻ എന്തായാലും ചതിക്കില്ല. നീയും ചതിക്കും. എടാ, ഇത് കണ്ട, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഇതിൽ കൂടി ചെയ്തിട്ടുണ്ട്. പാവം ഒരു മനുഷ്യനെ വഞ്ചിച്ച് കാമുകനുമായി നാടുവിട്ട ഈ നയവഞ്ചികയായ നിമിഷ എന്ന വീട്ടമ്മയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ഈ പാവം ഭർത്താവിന് നീതി കിട്ടുന്നതുവരെ ഇത് ഷെയർ ചെയ്യൂ കൂട്ടുകാരെ. ബ്രോ കലക്കി. എടാ, ഇത് ഇത്തിരി കൂടി പോയിട്ടോ. എന്ത് കൂടുതല്? എടി, ഇത് ഇവനിപ്പെട്ടില്ലെങ്കിലും വേറെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലാക്കിയിട്ടുണ്ടാവും. പിന്നെ അല്ലാണ്ട് എന്റെ ജീവിതം ഞാൻ ഇനി എല്ലാ ആണുങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മക്കളെ, ഞാനിതായി. നീ എന്റെ കവറൊക്കെ ആയിട്ട്. ഓ, ഇതോ ഈ താഴത്തെ ഫ്ലാറ്റിൽ നിമിഷ ചേച്ചിയില്ലേ, അവര് വന്നതാ. അവരുടെ മൂത്തമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നില്ലായിരുന്നു. ഓ, ഒന്നും പറയണ്ട, അവര് കരച്ചിലോട് കരച്ചിൽ. ഞാൻ അവിടെ നിന്ന് കഴിച്ചു. നിങ്ങളെല്ലാരും കഴിച്ചോ? എടാ, അപ്പൊ അവിടെ നിമിഷ ചേച്ചി ഉണ്ടോ?
കറക്റ്റ് നീ എല്ലാം പറഞ്ഞ നിമിഷ ചേച്ചി വിളിച്ചോടി പോയെന്ന്. എന്റെ പൊന്നലിയ, ഞാൻ അവിടെ ചെല്ലുമ്പോ ആ പിള്ളേരെ കെട്ടിപ്പിടിച്ച് കരയാടാ ചേട്ടൻ. സാധാരണ ഒരിക്കൽ ആ ചേട്ടൻ കറിയ ചേച്ചി പോയിന്നല്ലടാ അർത്ഥം. ഞാൻ അങ്ങനെ പറഞ്ഞു. എടാ അതവരുടെ പെഡോഗില്ലേ, ടുലുവോ പുലുവോ, അതിനെ കാണാനില്ലെന്ന് പറഞ്ഞാൽ അവര് ചങ്കത്തടിച്ച് കരയണത്. എന്റെ ദൈവമേ, എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പണിപ്പോ ആളുകളാണ് തെണ്ടി. ഇല്ലടാ, പണി പാളിയില്ല, പണി കറക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. പുല്ലി ദൈവമേ, ഇന്നൊന്ന് ഓഡീഷനിൽ എന്നെ വിജയിപ്പിച്ച് തിരക്കുള്ളൊരു സിനിമ നന്നാക്കി എന്നെ മാറ്റണേ. അധിക ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. സിനിമയിൽ ഒരു നായകനായിട്ട് തുടക്കം കുറിക്കണം. ഇല്ലെങ്കിൽ തെണ്ടികളിലേക്ക് അടിമയായിട്ട് കിടക്കേണ്ടി വരും. ചുണ്ടൊക്കെ ചാള വർത്ത പോലെ ഇരിക്കണം. സഹനടനായാലും മതി. യുമ്മാരുടെയൊക്കെ ഒരു രാജകം. പഠിക്കാൻ വിട്ട സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ യുമ്മാരെ പോലെയൊക്കെ സൂയിക്കായിരുന്നു. എടാ മറേ ബ്രോണി എണീക്കടാ. എടാ എനിക്ക് ചായ. കുടി. ഓ എടാ വായെങ്കിലും കഴിയിട്ട് കുടിക്കടാ ബ്രോണി. എടാ ഇത് ഇങ്ങനെ കുടിക്കണതാടാ റിച്ച് സ്റ്റൈല്. എടാ നിന്നോട് ഞാൻ കാപ്പി ഉണ്ടാക്കാനല്ലടാ പറഞ്ഞേ. ഈ ഫ്ലാറ്റിന് ഇതെന്ത് പറ്റി? ഒരിടത്തെ ചായ ഒരിടത്തെ കാപ്പി. നീയൊക്കെ പറയണ പോലെ ഉണ്ടാക്കി തരാനായിട്ടേ ഞാൻ നിന്റെ ഒന്നും വേലക്കാരനല്ല. കൊറേ നാളായല്ലേ ഞങ്ങളുടെ ഹോസ്റ്റലിൽ കൂടാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങൾ പറയുന്നതൊക്കെ ഉണ്ടാക്കേണ്ടി. എടാ നീയൊക്കെ ഒരു വേലക്കാരനെ വെച്ചാലുണ്ടല്ല മാസം 6000 രൂപ എണ്ണി കൊടുക്കണം. എനിക്കാകുമ്പോ അത് കുറച്ച് 2000 രൂപയ്ക്ക് ഓണത്തിന് ബോണസായിട്ട് ഇങ്ങനെ തന്നാ മതി. ബോണസാ നിനക്കാ? പോയടാ. കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയോളൂട്ടാ. അവന്മാർക്ക് ചായ എന്താടി ചായ ഉണ്ടോ ഞങ്ങൾക്ക് കൂടത്താണോ? ഇത് നിനക്കൊക്കെ നാണോണ്ടാ? ഇത്രയും പ്രായമായി ഒരു ചായ ഇട്ട് കുടിച്ചൂടെ നിനക്ക്? നിന്നെ കെട്ടിച്ചൂട്ട് എങ്ങനെ ജീവിക്കുന്ന പറയണ? ആഹാ, ആണുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ പെണ്ണുങ്ങളെ മാത്രം കടമയൊന്നുമല്ല. കാലം അറിയുന്നു നീ അറിഞ്ഞില്ലേ? സ്ത്രീയെ പുരുഷന്റെ അടിമയൊന്നല്ല, സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമാണ്. അങ്ങനെ ആണുങ്ങൾ തലക്കുന്ന മുടിവെട്ടാന്നേ പെണ്ണുങ്ങൾ വിചാരിക്കണ്ട. അത് ഞങ്ങൾ ആണുങ്ങൾ സമ്മതിച്ചിട്ടില്ല. പെണ്ണ് എന്ന് ആണിന്റെ കീഴിൽ തന്നെ നിന്നാ മതി. എടാ എന്റെ കാഴ്ചപ്പാടിലെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ ഒരു സാധനം മാത്രമേ കൂടുതലുള്ളൂ. എന്ത്? മീശ. തെറ്റ് തിരിച്ചു. സോറി. നിങ്ങൾ ആണുങ്ങളെ കീഴടക്കിയ എല്ലാ മേഖലകളും ഞങ്ങൾ പെണ്ണുങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. നിന്നെ പ്രസവിച്ചു നിന്റെ അമ്മയല്ലേ? അമ്മ സ്ത്രീയല്ലേ? എ ഡേ വിത്തൗട്ട് വുമൺ എന്നല്ലേ കേട്ടിട്ടില്ലേ? എടി പക്ഷെ ഞങ്ങൾ ഇത്ര ആണുങ്ങളില്ലായിരിക്കണല്ലോ. നീയൊക്കെ ദിവ്യഗർഭം ധരിച്ചാണ് കേട്ടാ. അത് ശരിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എന്തെങ്കിലും സ്ത്രീ ആയിട്ടുണ്ടായി. നാളെ സ്ത്രീ ആവില്ലെന്നുണ്ടോ? ഞങ്ങൾ ആണുങ്ങൾക്ക് എന്താണ് കുറവ്? നീയൊക്കെ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഇതെന്താണ്? ഇത് കന്നരപ്പടി ഷാപ്പാ. പുറപ്പുറമൊക്കെ ആൾക്കാർ താമസിക്കുന്നതാണ്. അപ്പുറമാണെങ്കിലേ കൈയും കാണാൻ തള്ളേ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒച്ചപ്പാടും പേളൊക്കെ കേട്ട് എന്താണ് പ്രശ്നം? സാബു ചേട്ടാ, ഞങ്ങൾ പറയായിരുന്നു ഇവിടെ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമാണെന്ന്. ചേട്ടാ ഈ ആണുങ്ങളുള്ള മേഖലയിലേക്കാ പെണ്ണുങ്ങളുണ്ടെന്ന് പറയുമ്പോ അത് നമ്മ ആണുങ്ങൾക്ക് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ആകെ കൺഫ്യൂഷൻ ആയല്ല. ഒരു 500 രൂപ വായ്പ വയ്ക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. ചേട്ടൻ തന്നെ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞേ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പെണ്ണുങ്ങളെക്കാളും ആണുങ്ങൾക്കാണ് മുൻഗണന. എന്താ കാര്യം അത് പറ. ബീവറേജ് ക്യൂവിൽ ഇന്ന് വരെ ഞാനൊരു പെണ്ണും ക്യൂ വെക്കണ ഞാൻ കണ്ടിട്ടില്ല. പറ്റേ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ലേബർ റൂമിൽ ഒരാണും പ്രസവിച്ചെടുക്കുന്നത് എന്റെ ഓർമ്മയിലില്ല. നിങ്ങളുടെ ഇപ്പൊ പ്രശ്നം ആണാണോ പെണ്ണാണോ വരുന്നുള്ളതല്ലേ? അതിനുത്തരം ഞാൻ തരാം. നിങ്ങളൊരിക്കലും 500 രൂപ വായ്പ വരും. മിഥുനെ, നിനക്ക് അമ്മേനെയാണോ അച്ഛനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത് എനിക്ക് അച്ഛനെയും അമ്മേനെയും തുല്യമായിട്ട് ഇഷ്ടമാണ്. ആണോ? കനക, നിനക്കോ?
എനിക്കും ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും തുല്യം. അച്ഛനും അമ്മേനെ ഒരുപോലെ ഇഷ്ടമാണ് അല്ലേ? ആ. ഈ അച്ഛനും അമ്മയും ആണും പെണ്ണും അല്ലേ? അവർ നിങ്ങൾക്ക് തുല്യരല്ലേ? അതുകൊണ്ട് ഈ ലോകത്ത് ആണിനും പെണ്ണിനും തുല്യ പ്രാധാന്യമാണ്. ഇപ്പൊ ഡൗട്ടൊക്കെ തീർന്നില്ലേ? ആ 500 രൂപ എനിക്കൊരു പൈൻ്റ് അടിക്കാനുള്ള